ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ മഹാരാഷ്ട്രയിലാണുള്ളത്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് പോകണം അല്ലേ? ഇന്ന് പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം അല്ലേ? കുക്ക് ചെയ്ത് കഴിക്കണം. അപ്പോൾ അതാ ഇവിടെ ഒരാൾ വാതിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാറ്റേ, എന്താ പരിപാടി? തുറക്കുക. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ജി ജിൻസ് എന്നാണ്. അതിൽ എനിബഡിക്കാണ്ടൂന്ന് സെർച്ച് ചെയ്താൽ കിട്ടാൻ വലിയ പാടാണ്. കാരണം ഫേസ്ബുക്കിൽ നമ്മൾ എനിബഡിക്കാണ്ടൂന്ന് ഇട്ടപ്പോൾ അതിൽ വേറെ ആരോ എനിബഡിക്കാണ്ടൂന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പേരിലല്ല, വേറെ ആരോ പേരിൽ. അപ്പോൾ അതിൽ ഒരു സ്പെല്ലിങ്, അതായത് ഒരു എനിബഡി എന്നുള്ളത് BA ആണ് ഇട്ടേക്കുന്നത്. BOൻ്റെ സ്ഥാനത്ത് BA ഇട്ടിട്ടാണ് ഞാൻ ഫേസ്ബുക്കിലൊക്കെ കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ റൂം എടുക്കുന്നതിൻ്റെ മെയിൻ ഒരു എന്താ പറയുക, അയ്യോ ഭയങ്കര കോലം തിരിഞ്ഞല്ലോ ഇത് പിടിച്ചേ. നമ്മൾ റൂം എടുക്കുന്നതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തുണികൾ ഇത് കണ്ടോ, ഇത്രയും സാധനങ്ങൾ അലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോൾ രാവിലെ തന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങുന്നു. ഞങ്ങൾ നിന്ന ഹോട്ടൽ ഇതാണ് കേട്ടോ, പങ്കജ് ലോഡ്ജ്. AC നോൺ AC എല്ലാ റൂമും ഉണ്ട്. AC-ക്ക് 1000 രൂപയുള്ളൂ. അപ്പോൾ നോൺ AC-ക്കോ അല്ലേ 700 രൂപ. അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ പന്തർ കവാട എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെയാണ് ഈ പങ്കജ് ലോഡ്ജ്. 1000 രൂപയ്ക്ക് റൂം കിട്ടുന്നത്. വെള്ളം വേണം? അപ്പോൾ ഇതരാലോ വെള്ളം. നമുക്ക് വേഗം പോവാം കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് റൂമിൻ്റെ അവിടുന്ന് ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. നമ്മൾ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി നമുക്ക് കുക്ക് ചെയ്യണം. പോലീസാണോ? അതെ, ആ നിൽക്കുന്നത് നിറച്ചും പോലീസ് തന്നെയാണ്. വീഡിയോ എടുക്കാൻ നിർത്തിയതാട്ടോ. ഈ അവകാശത്തെല്ലാം പിടിച്ചാലോ? അല്ല, പിടിച്ചാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ തെറ്റായ ഒന്നുമില്ല അല്ലേ? ഗ്യാസ് തെറ്റാണോ? ഗ്യാസ് തെറ്റല്ല, അതെല്ലാ മനുഷ്യന്മാർക്കും വരുന്നത്. ഗ്യാസ് അല്ല, ഗ്യാസ് കുറ്റി ചെറിയൊരു തെറ്റാണ്. ആണല്ലേ? എന്തായാലും നമ്മളെ കൈ കാട്ടിയൊന്നുമില്ല. അവർ ലോറിക്കാരെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്നതാന്ന് തോന്നുന്നു അല്ലേ? ഇവിടെ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ഒരു ലോറി മറിഞ്ഞ് കിടക്കുന്നുണ്ട്. ലോഡ് സാധനങ്ങളൊന്നും പോയിട്ടൊന്നുമില്ല അല്ലേ? ഉറങ്ങിയതാന്നാ തോന്നുന്നത്. തക്കാളിയാട്ടോ. ഇങ്ങനെ ആയിപ്പോയോ? ഇല്ല അമ്മ, ആൾക്കാരൊക്കെ ജീവനോടെ ഉണ്ടായാൽ മതിയായിരുന്നല്ലേ? ആൾക്കാർക്കൊന്നും പറ്റൂല. ഇല്ല അല്ലേ? അങ്ങനെയൊന്നും ഇവിടെ ഈ ആൾക്കാർ നിൽക്കുന്നതാന്ന് തോന്നുന്നു. അമ്മേ, എന്തോ ഒരു ബ്ലോക്കാണ് കേട്ടോ. അതും ഫുള്ള് ഓണൊക്കെ അടിച്ചിട്ട് എല്ലാവരും ഒരേപോലെ തന്നെ നിൽക്കുന്നതും ബോധം വേണ്ടേ? എന്തായിരിക്കും ബ്ലോക്ക്? നല്ല റെഡായിട്ടോ കാണിക്കുന്നത്. എന്താ ബ്ലോക്ക് എന്ന് അറിയില്ല. ഇനി വല്ല വണ്ടി മറിയോ എന്തെങ്കിലും ആണോന്ന് അറിയില്ല. നമ്മള് വേറൊരു വണ്ടി കൂടി മറിഞ്ഞു കിടക്കുന്ന കണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഫുള്ള് അങ്ങോട്ട് പോലീസൊക്കെ പോകുന്നുണ്ട്. വെള്ളപ്പൊക്കമല്ല, വല്ല സമരങ്ങൾ വല്ലതുമാണോ? ചെല്ലുമ്പോ മാത്രമേ അറിയുള്ളൂ കേട്ടോ. വെള്ളപ്പൊക്കം കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഇത് ബ്ലോക്ക് എന്നാ കാണിക്കുന്നത്. ഇവിടെ എന്ത് മഴ ഉണ്ടായിട്ടാ വെള്ളപ്പൊക്കം വരാൻ? പക്ഷെ ആകാശം കിടക്കുന്നത് ശരിയാണ്. ആകാശം ഭാഗീകൃതമായി മേഘാകൃതമായി. ഇവിടെ ചുറ്റോട് ചുറ്റുവേ ലോറിക്കാർ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും കാണാനില്ല കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഒരു ലോറി. പക്ഷേ ഈ സൈഡിൽ കൂടി പോകുന്ന വണ്ടികളൊക്കെ ആ സൈഡ് കേറിയിട്ടുണ്ട്. ബാക്കില് തുരുതുരാന്ന് ഇവിടെ ഫുള്ള് ലോറി തന്നെയാണ്. എന്തായിരിക്കും ബ്ലോക്കിന് കാരണം അല്ലേ? നമ്മൾ പോകുന്ന സ്ഥലത്ത് കൂടെ മൊത്തം കൃഷിയും കാര്യങ്ങളൊക്കെ കേട്ടോ. നട്ടിട്ടേ ഉള്ളൂ, കുഞ്ഞാണ്. ആ പഞ്ഞിയുടെ തൈകളാട്ടെ. കോട്ടൻ്റെ ഇതാട്ടോ തൈകളാണ്. ഈ ഒരു ഏരിയ മുഴുവൻ അതാട്ടോ നട്ടേക്കുന്നത്. നമ്മുടെ ബ്ലോക്കിന് ഒരു ശമനവും ഇല്ല കേട്ടോ. ബാക്കിലാണെങ്കിലും ഫ്രണ്ടിലാണെങ്കിലും ഒരേപോലെ ബ്ലോക്ക് തന്നെ കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ? നമ്പർ പ്ലേറ്റ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഈ മുന്നിലിരിക്കുന്നത് ഞങ്ങൾക്ക് പോലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ അത് KL വണ്ടിയാണ് കേട്ടോ. എന്തായാലും ഇവിടെ നിന്നും അറിയില്ല. മലയാളികളാണോ ഓടിക്കുന്നതെന്നും അറിയില്ല കേട്ടോ. അല്ല, അത് മലയാളികൾ തന്നെ ആയിരിക്കും. ആയിരിക്കും അല്ലേ? കർണാടക വണ്ടിയിലും മലയാളികളുണ്ടാവും.
ഉണ്ടാവൂലേ? കർണാടക വണ്ടി കുറേ നമ്മൾ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ബ്ലോക്കിന്റെ അറ്റെത്തിട്ടോ. ഇവിടെ എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഫുള്ള് കുറേ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. എന്താന്നൊന്നും മനസ്സിലാവണില്ല കേട്ടോ. ഈ വണ്ടി ഇടിച്ചതാ മോനെ, ഈ ലോറി. ആ അതിന് മുന്നിലെ ചില്ല് നോക്ക് ഇതാട്ടോ. ഈ ലോറി ഇടിച്ചതാണ് കേട്ടോ. ഇതിന്റെ മുന്നിലെ ചില്ല് ഇല്ല, പക്ഷെ എങ്ങനെ നോക്കുമ്പോൾ കാണിക്കാനും പറ്റുന്നില്ല. പക്ഷെ അവിടെ ബ്ലോക്ക് ആയതിന് അതല്ലടി വേറെന്തോ വിഷയമാണ് ഇവിടെ. അടിച്ചു പൊട്ടിച്ചാണോ ഇനി ആ ചില്ല്? അടിച്ചു പൊട്ടിച്ചതാണോ ഇനി? അല്ലെന്നേ, അല്ല, ഇതിപ്പോ കൊറേ വണ്ടിക്കാർ ആ സൈഡിൽ കൂടി കേറിയിട്ടുണ്ട്. അവരെ അവിടെ പിടിച്ചു നിർത്തിയേക്കുവാ. ഇവിടെ പാലം പണിയാണ് കേട്ടോ. അതിന്റെ ആയിരുന്നു ഈ ബ്ലോക്ക്. വൺ സൈഡ് അവര് എന്താ ടാർ ഇട്ടോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പക്ഷെ അതിൽ വേറെ കാര്യം ശ്രദ്ധിച്ചോ, പക്ഷെ അപ്പുറത്തെ വണ്ടികൾ ചുമ്മാ കിടക്കുന്നത്. അതെനിക്ക് എന്താ തോന്നിയറിയോ, ഇവിടെ ബ്ലോക്ക് ചെയ്തപ്പോ ആ ഈ സൈഡിൽ കൂടി കേറിയതായിരിക്കും. ആ സൈഡിൽ കൂടി കേറിയമാരൊക്കെ അവിടെ ഇട്ടേക്കുവാ. പക്ഷെ അതിന് ഫസ്റ്റ് വണ്ടീന്റെ ചില്ല് പൊട്ടിച്ചിട്ടുണ്ട്. അടിച്ചു പൊട്ടിച്ചതാണോ ഒന്നും പറയാൻ പറ്റില്ല. മലയാളി ചേട്ടന്റെ അടുത്ത് കൂടി ഒന്ന് പോയാലോ? അതെ ശരിയാ, തൊട്ട് മണി പോകുന്ന ഒരു മലയാളി വണ്ടിയാണ് കേട്ടോ. ചേട്ടൻ നമ്മളെ നോക്കി മൈൻഡ് ആക്കുക എന്തോ. മലയാളികളാണ് കേട്ടോ. പക്ഷെ നമ്മള് രണ്ട് മലയാളി ചേട്ടന്മാരായിട്ടോ. അവര് ഓൺ അടിച്ചു കേട്ടോ. മലയാളികൾ തൊട്ട് പുറകിൽ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടേക്ക് മലയാളികൾ കിട്ടുക എന്തോ ഒരു വലിയ നിധി കിട്ടുന്ന പോലെ കേട്ടോ. എന്തോ വലിയ ഉള്ളിനുള്ളിൽ എന്തോ നമുക്ക് ആരോ ഉണ്ട്, എവിടേക്കോ ഉണ്ട് എന്നുള്ളൊരു സന്തോഷമാണ് കേട്ടോ. അത് നമ്മൾ തൊട്ട് പുറകിൽ ഇങ്ങനെ നമ്മുടെ മുന്നിൽ കയറി പോയിട്ടോ. എന്നിട്ട് നമുക്ക് ഹായും ടാറ്റയൊക്കെ തന്നിട്ട് പോയേ. കാരണം അവർക്ക് ഫുൾ ലോഡാണ്. ഇപ്പൊ തന്നെ അവർ കുറേ നേരം ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടാവുമല്ലോ. അവർക്ക് നിർത്താനൊന്നും സമയമില്ല. അപ്പൊ അവര് ടാറ്റയൊക്കെ തന്നിട്ട് പോയിട്ടോ. അപ്പൊ കുറച്ചങ്ങ് പോകുന്ന ഞങ്ങള് ഹൈവേന്ന് ജസ്റ്റ് താഴെ ഇറങ്ങിയിട്ട് സർവീസ് റൂട്ടിലാണ്. നമുക്ക് കുക്ക് ചെയ്യാന് മൊത്തം കൃഷിപ്പാടങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എവിടെ ഇറങ്ങി കുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സ്ലാബയിൽ വെച്ച് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. എന്തോ കുഞ്ഞാറ്റെ ആൻസി എന്നാ തുടങ്ങിയാലോ? യുദ്ധം തുടങ്ങാം അല്ലേ? അപ്പൊ നമ്മുടെ പരിപാടി തുടങ്ങി. കുഞ്ഞാറ്റെ അവിടെ കളി തുടങ്ങി. അതെന്താ ഒറ്റപ്പാട് കണ്ട എന്താ അതാണ് കാളവണ്ടി. ഒരു പറമ്പിലേക്ക് വളവും സാധനങ്ങളൊക്കെ കൊണ്ടുപോവാണ്. അപ്പൊ നമ്മുടെ വലിയ കുറ്റി ആയതുകൊണ്ട് ഇവിടെ ഇല്ലേ, ഇവിടെ കഴുതേനെ ഉപയോഗിച്ച സാധനങ്ങൾ കൊണ്ടുവന്നൊക്കെ ഉണ്ട്. അതിന്റെ ടയറ് പഴയ മോഡൽ ടയറല്ല, അതുകൊണ്ടാണ് ഇത്ര ഒച്ച കേൾക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇതിനിടയ്ക്ക് സാമ്പാർ വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഹോട്ടലിന്റെ അവിടെ നിന്ന് മേടിച്ചിരുന്നു കേട്ടോ. അപ്പൊ എത്രയും പെട്ടെന്ന് ബാക്കി പരിപാടികൾ ചെയ്യാം അല്ലേ? ഞാൻ ഇന്ന് ചോറിട്ടാലോ? ഇവിടെ എന്താ പരിപാടി? അവിടെ പിന്നെ എന്താ എടി അരി കളിക്കല്ലേ, അടി മേടിക്കേ. അപ്പൊ അങ്ങനെ നമ്മുടെ ചോറ് ഗ്യാസെ കയറ്റി. കുറെ നാളുകൾക്ക് ശേഷമാണ് ഈ അടുപ്പും ഫസ്റ്റ് പാല് കാച്ചണമായിരുന്നു. സത്യം, നമ്മുടെ അടുപ്പ് കാച്ചിൽ ഇന്നായിരുന്നു അല്ലേ? പാല് കാച്ചിൽ. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് എന്തൊക്കെയോ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, പെട്ടെന്ന് തന്നെ ആവി കയറാനുള്ള പരിപാടിയായി. എന്താ മുളക് ഇത്ര വലുതോ? നീളം നോക്ക്. അത് കൊമ്പായിട്ട് വെക്ക് നല്ലതാണോന്നോട്ടെ. രണ്ട് സൈഡിലും, ഒരു സൈഡിലാണോ കൊമ്പ് വരിക? അങ്ങനെ നല്ലതാവണ്ട, എല്ലാത്തിനും ആ നീളാ. കുഞ്ഞാറ്റെ ചൂടാണ്, അതിൽ പൊള്ളും കേട്ടോ. ആ നല്ല നീട്ടമുണ്ടല്ലേ. ചുളവ് പൊളി സാധനം. പച്ചമുളകാ? അവിടെ വേറെ കുക്കിംഗ് നടക്കുന്നുണ്ട്, പുറകില് വേറെ വലിയ പരിപാടി നടക്കുന്നുണ്ട്, ബിരിയാണി. അപ്പൊ ആൻസി, നീ ഇതെന്താ ചെയ്യാൻ പോണേ? ഞാൻ ഈ മുളകും ഇതും കൂടെ വറക്കാം. ഞാൻ ഈ തുണി ഒന്ന് കൊണ്ടുപോയി വിരിച്ചിടാം. അവിടെ കുറച്ച് കമ്പികൾ കാണുന്നുണ്ട്, അതിനെ കൊണ്ടുപോയി എടുക്കും കേട്ടോ. എന്താ കുഞ്ഞാറ്റ അവിടെ ഭയങ്കര പരിപാടിയാണ്. കുഞ്ഞാറ്റ എനിക്ക് എന്തോ ചിക്കൻ ചായ ഉണ്ടാക്കി തരാം, ചിക്കൻ ചായയോ ബിരിയാണി മസാല ഉണ്ടാക്കി തരാം, എന്തൊക്കെയോ പറയുന്നു. എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മുടെ തുണികളെല്ലാം ഇവിടെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ കുക്കിങ്ങും കൂടി കഴിഞ്ഞ്, പക്ഷെ വെയിലില്ല, അതാണ് വേറൊരു സീൻ. നല്ല മഴക്കാറുണ്ട്, വെയിലില്ല. ആൻസി എടി, മഴക്കാറാണ്, വെയിലൊക്കെ പോയല്ലേ? വെയിലൊക്കെ പോയി. എന്തായാലും കാറ്റ് നല്ലോണം ഉണ്ട്, അപ്പോൾ ഒന്ന് ഉണങ്ങി കിട്ടുമെന്ന് നോക്കാം അല്ലേ? പിന്നെ വറക്കല് കഴിഞ്ഞില്ലേ? ഇല്ല. പിന്നെ വഴുതനങ്ങ വറക്കുക കൊച്ചിന്. അവൾക്ക് ഭയങ്കര ഇഷ്ടാ. വേറെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കുന്നതിനൊക്കെ നല്ല അതൊക്കെ തന്നെയാണ്, വഴുതനങ്ങ ഫ്രൈയും അല്ലേ? ഇവിടുത്തെ സാധനങ്ങളൊന്നും ഇവിടെ കഴിക്കോ ഇല്ല. നല്ല സാമ്പാർ ഉണ്ടാക്കണ്ടേ മോളെ?
സാമ്പാർ ഉണ്ടാക്കി ഇതൊന്നും എടുത്തിട്ട് സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാ. ആയിക്കോട്ടെ. നമുക്ക് ശരിക്കുണ്ടല്ലോ, നമുക്ക് ചോറ് ഇതാ റെഡിയായി ഉള്ളിൽ വെച്ചത്. നമ്മൾ മറ്റേ കുഞ്ഞു ഗ്യാസിൽ ഉണ്ടാക്കുന്നതിന്റെ പകുതി സമയം വേണ്ട അല്ലേ? നമുക്ക് കഞ്ഞിയാ ചോറാവാൻ തന്നെ എത്ര സമയം വേണം. ഞാനിട്ട് ഇവിടെ എന്തോ ഭയങ്കര പരിപാടി എന്താ തക്കരെ? വെള്ളം കുടിച്ചോ, ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഞാനിട്ട് എന്തോ വലിയ പരിപാടിയാണ്. നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ കാളവണ്ടിക്കാണ്, അതായത് ഇവിടുത്തെ കർഷകരുടെ വണ്ടികളാണ്. ആൻറ്റി, നമ്മുടെ കളർ കണ്ട് ഇഷ്ടപ്പെടാതെ വരുമോ? പോത്തുകൾക്കല്ലേ അങ്ങനെ ഉള്ളൂ. പോത്തിനാണോ എരുമയ്ക്കാണോ? മൂരിക്കൊട്ടുന്നല്ലോ പോത്ത്. വെയിലൊന്നും വരുന്നില്ല, നല്ല മഴക്കാറുണ്ട്. നമുക്കെന്തായാലും സാമ്പാറും വെച്ചിട്ടുണ്ട്. ഇനി സാമ്പാറും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് കഴിച്ചിട്ട് പോവല്ലേ ആൻറ്റി? അങ്ങനെ ഇവിടെ മുട്ട പൊരിക്കുകയാണ് കേട്ടോ. ഇനി സാമ്പാറിലേക്ക് ജസ്റ്റ് ഒരു പുളിവെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ സെറ്റായി. ചേട്ടേ, മഴ കാണുന്നുണ്ടോ? തുണി എടുക്കണ്ടേ? നീ ഒരു പണിയേ, ഞാൻ പോയി തുണിയെല്ലാം എടുക്കാം. നീ ഇതില് വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളെല്ലാം ഉള്ളിൽ കയറ്റി കേട്ടോ. തുണി എടുത്തിട്ട് വരാം. ആ കവർ വേണ്ട, കൊച്ചു വരണ്ട. ഒരു വിധത്തിൽ ഈ വണ്ടിക്കകത്ത് കയറി കേട്ടോ. പക്ഷെ ചെറിയതായിട്ട് ചാറ്റുന്നേ ഉള്ളൂ. നമ്മളെ പറ്റിച്ച് വെറുതെ തിരക്കും പിടിച്ച് അല്ലേ, ഓടി. അല്ല, തുണിയൊക്കെ എടുത്തത് നന്നായി. അപ്പൊ എന്തായാലും ഇനി നമുക്ക് വേഗം ചോറുണ്ടിട്ട് പോവാട്ടോ, ഇല്ലെങ്കിൽ ഇന്ന് ഇവിടെ നിൽക്കേണ്ടി വരും. മുട്ട എന്താ പരിപാടി? മുട്ട തിന്നെ. അതേ ഡോറ് തുറന്നു പോയിട്ടോടി. അപ്പൊ ഞങ്ങളങ്ങനെ ചോറുണ്ണുവാണ്. എങ്ങനെയുണ്ട് ആൻസി? ഞാൻ ഉണ്ടാക്കിയതാ സാമ്പാറൊക്കെ. എങ്ങനെയുണ്ട് കുഞ്ഞാറ്റെ? സൂപ്പറാണോ? കുഞ്ഞാറ്റയ്ക്ക് പാവയ്ക്ക വറുത്താണ് ഇഷ്ടം. പാവയ്ക്ക വറുത്തല്ല, വഴുതനങ്ങ വറുത്തത്. കുഞ്ഞാറ്റയ്ക്ക് ഇങ്ങനത്തെ വറുത്തതിനോട് പച്ചക്കറികളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അല്ല, എനിക്കൊരു കാര്യം ഡൗട്ട് എന്താ അറിയാമോ? ഈ മഴ നമുക്കൊരു സൂചന തന്നാണോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. എന്തിനുള്ള സൂചന? അടുത്ത വലിയ മഴയ്ക്കുള്ള സൂചന. ചിലപ്പായിരിക്കും. എന്തായാലും കഴിച്ചിട്ട് പോവാ അല്ലേ? ഇത് കണ്ടോ, ഞങ്ങൾ കുറേ നേരം കൊണ്ട് ഇങ്ങനെ നോക്കാട്ടെ, ഇവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലേ. സംഭവം എന്ന് വെച്ചാൽ ബേക്കിൽ നിന്ന് വളമാണ് എടുക്കുന്നത്. വളം എടുത്തിട്ട് അതുണ്ടോ, അതാണ് പരിപാടി. വളം എടുത്തിട്ട് അതിലേക്ക് ഓരോന്നിൻ്റെയും ചോട് വഴി ഇട്ട് കൊടുക്കുക. ഇവിടെ എല്ലാവരും അത് തന്നെ കേട്ടോ ചെയ്യുന്നത്. കത്തി വെച്ച് ജസ്റ്റ് ഇങ്ങനെ, അതായത് നമ്മുടെ അരിവ് പോലെ എടുത്ത് കൊത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. കൊള്ളാല്ലേ? അവര് ഫുള്ള് ഞങ്ങളൊന്ന് വരുമ്പോൾ ആ സൈഡിൽ നിന്ന് തുടങ്ങിയുള്ളൂ. ഇപ്പോൾ ഇവിടെ എത്തിയിട്ടോ അവര്. എന്താണോ പരിപാടി ഒന്നേ എല്ലാവരും കൊള്ളാല്ലേ? പറമ്പിന്റെ മൊയിലാളിയാണ് വെള്ളം ഇട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞങ്ങള് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ പോകുന്നുണ്ടോ. ഇനി ഹൈവേ കയറണം, വേഗം വിട്ടടിച്ചു പോണം. കാരണം മഹാരാഷ്ട്ര ഇല്ല ഇത്, മധ്യപ്രദേശില് മഴയാന്നൊക്കെ ഇങ്ങനെ അവരുടെ ന്യൂസ് കാണുമ്പോ കാണുന്നുണ്ട്. മധ്യപ്രദേശിൽ മാത്രല്ല, ജമ്മു കാശ്മീരില് മണ്ണിടിച്ചിലാണ്. ആണോ? നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ജമ്മു കാശ്മീർ വഴിയാണ്. അവിടെയാണ് മണ്ണിടിച്ചിൽ പറയുന്നല്ലേ? പോയി നോക്കാം. ഇത് കഴുകുക കേട്ടോ. ഇവിടെ ഫുള്ള് വാട്ടാണ് ഇട്ടിട്ടെ. ആ പയ്യനിട്ട് വാട്ടി കൊല്ലുക. അപ്പൊ അവര് കഴുകുന്നത്, അവനിത് കഴുകണം. എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അതിന്റെ എന്തോ ഇതാണ്, കഴുകി തരിക ഗ്ലാസ്. ഞാൻ വീഡിയോ എടുത്തവരെല്ലാവരും ഓടും, അല്ലാത്തപ്പോൾ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഫുള്ള് ഓട്ടാണ്. ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് തുടച്ചൊക്കെ തരികയാണ്. എല്ലാവരും ഓടും കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാതെ കണ്ട എല്ലാവരും മൂലക്കൊക്കെ ഓടിക്കും. ഞങ്ങളുടെ വീഡിയോ കണ്ടോണ്ടിരിക്കും കേട്ടോ ഇവര്. ബൈ ബൈ. ഇവരുണ്ടോ വണ്ടി കഴിക്കുക. മുഖം ഒരാളുടെ പോലും മുഖം കാണിക്കാൻ പറ്റില്ല, എല്ലായിടങ്ങളും മുങ്ങുകയാണ്. ഇപ്പൊ ലെവലായിട്ട് വന്നു കേട്ടോ. എന്താ സംഭവം? എന്താ അത് ക്ലീൻ ചെയ്തേ? പുതിയ പമ്പാണ്. അപ്പൊ ഗ്ലാസ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി വിടുന്ന. ഓ, അതുകൊണ്ട് നമ്മുടെ ഗ്ലാസ് ഒന്ന് കഴുകിട്ടില്ലേ? വണ്ടി മൊത്തം കഴുകുന്ന പോലെ സീമ ഉണ്ടായിരുന്നോ? അത് ഇവര് ഇതിലേക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അവര് ഞെട്ടുക. ചെളി കണ്ടിട്ട് സാധാരണ അവര് കഴുകി കൊടുക്കുമ്പോ അവര് ഞെട്ടലുണ്ടാവില്ല, അങ്ങനെ വലിയ വൃത്തിയുള്ള വണ്ടിയായിരിക്കുവേ. ഇത് വയനാട്ടിൽ നിന്ന് കഴിയിട്ട് ഇത് പക്ഷെ നമ്മുടെ ഇവിടെ കലമ്പാണല്ലേ. ഇപ്പൊ കുഴപ്പമില്ല. ഓ, ഇടയ്ക്ക് ഓരോ പാണ്ട് പോലെയൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. എന്താ സാധനം? ഇതോ ഇതെന്തോ കമ്പനീന്റെയോ ഒരു സാധന വലിയ ചങ്ങലയും കിട്ടിയിട്ടാണ് കിട്ടിയത്. എന്തോ മെഷീന്റെ എന്തോ സ്പെയറാണ്. നിറച്ച് ഓറഞ്ച് മരങ്ങളാണ് കേട്ടോ. പക്ഷെ അതിന്റെ അടിയിൽ എന്തോ നട്ടിട്ടുണ്ട്. പക്ഷെ അതെന്താന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ പറ്റില്ലേ.
ഒരു തിണ്ട് പോലത്തെ സംഭവം. ഓറഞ്ച് ഒന്നും ഇല്ല അല്ലേ, തൈമരങ്ങളാ. ആ ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് നീങ്ങിയപ്പോൾ തന്നെ അടുത്ത് വലിയ തോട്ടം. പക്ഷേ കായൊന്നും ഇല്ല കേട്ടേ, സീസൺ അല്ലായിരിക്കും. പച്ച പച്ച കായകൾ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ അങ്ങോട്ട് പോകാൻ പാടില്ല, അവിടെ മുള്ളിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പം നമ്മളങ്ങനെ ഹൈവേന്ന് ഒന്ന് ഇറങ്ങി കേട്ടോ, ഗ്രാമം കാണാനല്ല, നമ്മൾ ഇന്നൊരു ഡാം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡാമിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. നമുക്ക് ഹൈവേന്ന് ജസ്റ്റ് ഒരു 8 കിലോമീറ്റർ കൂടിയുണ്ട് നമുക്കിനി യാത്ര ചെയ്യാനായിട്ടേ. അപ്പോൾ നമുക്ക് എന്തായാലും ഡാമിൻ്റെ അങ്ങോട്ട് എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. ഇവിടെയൊക്കെ 2 സൈഡും കണ്ടില്ലേ, ഫുള്ള് കൃഷി തന്നെ. കൃഷിയാണ് ഇവിടത്തെയൊക്കെ മെയിൻ. ഇത് കണ്ടോ, ഇത് ഫുള്ള് സോളാർ പാനലുകളാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പാലാട്ടോ. വെള്ളം അടിച്ച് കയറിയിട്ട് മരങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ടോ. ഇങ്ങനത്തെ സ്ഥലത്താണ് വെള്ളം കയറി എന്നൊക്കെ കുറേ സ്ഥലങ്ങളിൽ കാണുന്നത്. ചെറിയൊരു തോട് അല്ലേ, പക്ഷെ വെള്ളം കുറവാ. മഴ പെയ്ത് കഴിയുമ്പോഴേ ഇതുണ്ടോ, കയറിയതൊക്കെ നല്ല സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടിച്ച്, അത് കൂമുള്ള തന്നെ. ഫുള്ള് മുള്ളാണല്ലോ. ഇതുണ്ടോ, ഞങ്ങളങ്ങനെ വന്ന് ഒരു ഗ്രാമത്തിലെത്തിട്ടോ. ഈ ഗ്രാമം കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ഡാമിൽ പോവാൻ. ചേച്ചിമാരൊക്കെ നോക്കി ചിരിക്കുക. കറക്റ്റ് ഒരു ഡാമിന്റെ നടുക്കൂട്ടുള്ള വഴി എന്ന് പറയാൻ വേണ്ടിയാ. ഗ്രാമത്തിന്റെ നടുക്ക് കൂടെ ഒരു കുഞ്ഞു വഴി. ഈ ഡാം അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ലേന്ന് ഞാൻ അല്ലാന്ന് തോന്നുന്നു. ടൂറിസ്റ്റ് പ്ലേസ് അല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ, ഞങ്ങളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു തോട്ടം, വലിയ തോട്ടമാണ് കേട്ടോ, അത്യാവശ്യം വലുതായിട്ട്. നിറച്ചു പൂവുണ്ട്, അതുപോലെ കുഞ്ഞു കായും ഉണ്ട്, പഴുത്ത് കിടക്കുന്നത്. എനിക്കൊന്ന് രാവിലെ പറിച്ചു പോയതായിരിക്കും അല്ലേ, രാവിലെ വിളവെടുപ്പ് കഴിഞ്ഞാ. വെറുതെ അല്ല ഇവിടെ ഇങ്ങനെ നിറച്ചിങ്ങനെ കിട്ടുന്നല്ലേ. ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ. അപ്പൊ ഇവിടെ കൃഷി ഉണ്ട്. നമ്മുടെ നാട്ടിലും ഇപ്പൊ ചിലവര് ചെയ്തു വരുന്നുണ്ട്. കുഞ്ഞാറ്റ കണ്ടോടി എവിടെ അങ്ങനെ നമ്മള് ഡാമിന്റെ എൻട്രൻസിലേക്ക് എത്തിട്ടോ. ഡാം എന്നാട്ടോ, ഡ്രാമല്ല ഡാം എന്നാണേ. നമ്മളിവിടെ ചെറിയ എന്തോ ഒരു ഫീസ് കൊടുക്കണം, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അറിയില്ല, ചെറിയൊരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ, 10 രൂപ. കാറിന് 20 രൂപ. രസം എന്താ അറിയോ, കുഞ്ഞാറ്റക്ക് ഫ്രീയാ. കുഞ്ഞാറ്റ ഫ്രീയാ. കുഞ്ഞാറ്റ ഒരു 5 വയസ്സ് വരെ കുഞ്ഞാറ്റ ഫ്രീയാ. അത് കഴിഞ്ഞാൽ കുഞ്ഞാറ്റക്ക് എല്ലാത്തിനും ടിക്കറ്റ് വാങ്ങി തുടങ്ങും. കുറെ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ, കുറെ വണ്ടികളൊക്കെ എന്തായാലും വരുന്നുണ്ട്. ഓവർ നമ്മളിങ്ങോട്ട് ഇറക്കി കൊടുക്കണ്ട, രണ്ട് സൈഡിൽ നിന്ന് ആർക്കും ഇറക്കാൻ പറ്റില്ല. എന്താ പറയാ, താഴെ കിടക്കും. ഇത് വഴിയിട്ട് മണ്ണിട്ട് പൊക്കിയേക്കുന്ന വഴിയാ. സമയമില്ല മോനെ, സമയമില്ലാന്ന്. ഈ ഡാമിന്റെ പേരെന്താന്നറിയോ, രാം ഡാം എന്നും പറയും, വടഗോൺ ദാൻ. നമുക്ക് വായിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ഒരു ഇവിടം വരെ ഈ ചെക്ക് പോസ്റ്റ് ഇല്ലേ, അവിടം വരെ വണ്ടി പോകുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ച് നമുക്ക് കുറച്ച് നടക്കുകയും ചെയ്യാലോ, ഒരു ചെറിയ റിഫ്രഷ്മെന്റ് ആയിക്കോട്ടെ. പക്ഷെ ചേട്ടയ്ക്ക് അത്ര അങ്ങോട്ട് നല്ലതായിരിക്കില്ല, തോളത്തൊരാള് കയറാൻ സാധ്യതയുണ്ടല്ലോ. ഇവിടെ നമുക്ക് വണ്ടി വെച്ചിട്ട് പോകണ്ടോ. അപ്പോൾ വണ്ടി നമ്മളവിടെ വെച്ചു, ഇനി അങ്ങോട്ട് നടക്കണം കേട്ടോ. ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നില്ല അനുസരിച്ച് നടക്കാൻ, കുറേ ഉണ്ട്. അവിടുന്ന് മോട്ടർ അടിക്കുന്ന ഒച്ച കേട്ടോ. ഇത് ശരിക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന, അതായത് കൃഷിക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഡാമാണിത്. നമ്മുടെ കാരാപ്പുഴയൊക്കെ പോലെ എർത്ത് ഡാം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമാണ്. എന്തായാലും കുറച്ചായി നമ്മളിങ്ങനെ നടന്നിട്ടല്ലേ അല്ലേ കുഞ്ഞാറ്റേ. കുഞ്ഞാറ്റ നാണം, ഉറക്കം കഴിഞ്ഞ് കയറ്റതേ ഉള്ളേ. ഇതാണ് പമ്പ് ഹൗസ്. മീൻപിടുത്തമൊക്കെ ഉണ്ട് കേട്ടോ, അതിൽ ബോട്ടുകൾ കിടക്കുന്നുണ്ട് അവിടെ. ഞങ്ങളങ്ങനെ നടന്ന് ഡാമിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് നോക്കിയേ, ഇതുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇച്ചിരി നടക്കാൻ തുടങ്ങി അപ്പം മടുക്കും. ഇച്ചിരി മടുപ്പിൻ്റെ പ്രശ്നമുള്ളതാണ്. തൻ്റെ ചെവി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് ഇങ്ങനെ നിയന്ത്രിക്കലാണ് പുള്ളിക്കാരിൻ്റെ മെയിൻ പരിപാടി കേട്ടോ. കണ്ടോ, ഇവിടെ സുരക്ഷാ ചെക്കിങ്, ഇവിടെ സംഭവങ്ങൾ അതിൻ്റെ അതായത് സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ. പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞാറ്റേ എങ്ങോട്ടാ ഓടണേ, ഇങ്ങോട്ട് ഒന്ന് തിരിഞ്ഞ് അപ്പോഴേ കാര്യം ചോദിക്കട്ടെ. കുഞ്ഞാറ്റേൻ്റെ ഇന്നത്തെ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഈ പൂക്കൾ ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഒന്ന് കമൻറ്റ് ചെയ്യണേ.
അങ്ങോട്ട് നമ്മൾ കെട്ടിൻ്റെ മുകളിലേക്ക് നമ്മളെ വിടൂല കേട്ടോ. പക്ഷേ ഈ താഴെ പോയിട്ട് നമുക്ക് കെട്ട് കാണാം. ശേ, അത് ഭയങ്കര ഒരുമാതിരി പരിപാടി ആയിപ്പോയല്ലോ അല്ലേ? ആ അയ്യോ, ഓ പേടിച്ചു പോലും. താങ്ക് യു. ഇതാ അനിശമ്പെങ്കി. അത്യാവശ്യം വലിയ ഡാമല്ലേ? ഇത് ഹൈറ്റ് എത്രയാണെന്ന് അറിയോ? 16 മീറ്റേഴ്സ് ഹൈറ്റാണ്. ലെങ്ത് എന്ന് പറയുന്നത് 2513 മീറ്റർ. അവിടെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ആ, അപ്പുറത്ത് കുറെ ആൾക്കാർ ഇപ്പൊ ഉണ്ടല്ലേ. ഇത് അത്യാവശ്യമേ വലിയൊരു ഡാമാണ്. ഇങ്ങോട്ട് കണ്ടില്ലേ? അത്യാവശ്യം വലിയ ഡാം തന്നെയാ. പക്ഷെ ഈ കെട്ടിന്റെ ഇവിടെ കണ്ടോ, ഇവിടം വരെ വെള്ളം ഉള്ളതാ. ആ, അത്രയും വെള്ളം ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ഈ പണി നടക്കുന്നുണ്ടല്ലോ ഇറക്കി വിട്ടായിരിക്കും. പിന്നെ വേറെ നന്ദ് റിവർ എന്ന് പറഞ്ഞ റിവറിന്റെ കുറുകെയാണ് ഈ ഡാം കെട്ടിയേക്കുന്നത്. നന്ദ് റിവർ, അതിലെ വെള്ളം. അങ്ങനെയാണല്ലോ സാധാരണ. ഇവിടെ കണ്ടില്ല ആൻസി, ഒരുപാട് ഇത് അതൊക്കെ ടോയ്ലറ്റാ. ടോയ്ലറ്റും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പണി ഇങ്ങനെ പൂർത്തിയായി വരുന്നേ ഉള്ളൂ. അതാണ് മൊത്തത്തിൽ കെട്ടിന്റെ മുകളിലേക്ക് നമ്മൾ വിടാത്ത. കഴിഞ്ഞിട്ടില്ല. അതെ അതെ, നമ്മൾ ശരിക്കും കെട്ടിന്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ ഇതുണ്ടോ, ഞങ്ങൾ ഡാമിന്റെ ഇപ്പുറ ഭാഗത്ത് എത്തിയിട്ടോ. അതാ കുറെ ആൾക്കാരാ വെള്ളത്തിൽ കുത്തിരിക്കുന്നത്. എവിടെ? അതാ, അത് മീൻ പിടിക്കുന്നതായിരിക്കും. ആണോ? ഓ, നന്നായിട്ട് വെള്ളം ഇറങ്ങിയില്ലേ. ഇത് ഫുള്ള് ഷട്ടറുകളാ. എത്ര ഷട്ടർ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ കാരാപ്പുഴയ്ക്ക് ആകെ 3 ഷട്ടറേ ഉള്ളൂ. ഇത് എത്ര ഷട്ടറാന്ന് എനിക്ക്. കേറി നിക്കല്ലേടി, അത് വല്ല ഓയിലൊക്കെ ആയതായിരിക്കും ഷട്ടറിന്റെ. ഷട്ടർ പൊക്കം താത്തം ചെയ്യുമ്പോൾ 1 2 3 4 5 6 10ന്റെ മേളിലുണ്ട് കേട്ടോ. 10ന്റെ മേളിലുണ്ട് ഷട്ടർ. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വെള്ളം ഒഴുകുന്നതാ. സിമന്റ് പോലെ. അതായത് ആ സിമെന്റ് ഇല്ലേ, അതിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ കുഴിയാ. ഈ കാണുന്ന വലിയ കുഴിയാ. ഇതിന്റെ അപ്പുറത്തേക്ക് ആ സിമെന്റ് സിമെന്റ് തൊട്ട് അപ്പുറത്തേക്ക് അങ്ങോട്ട് ഒഴുകി പോകും. ഇവിടെ വെള്ളം ഇങ്ങനെ സേവ് ആയിട്ട് നിൽക്കും. എല്ലാത്തിൽ നിന്നും കുറേശ്ശെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. നിനക്കൊന്ന് എണ്ണാൻ പറ്റും ഇത് എത്ര എണ്ണം ഉണ്ടെന്ന്? 10 അല്ല, 1 2 3 4 5 6 കണ്ടവാനുണ്ടല്ലോ. മനസ്സി, എന്നാലും നമുക്ക് ഈ കെട്ടിന്റെ മേളിൽ കൂടി ഒന്നും നടക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ ആ പ്രതീക്ഷയിലെ വണ്ടി അവിടെ വെച്ചു. ഇവിടെയുള്ള ഒട്ടുമിക്ക സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ ഇതാണ്. നമ്മള് തേടി പിടിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോ ഒന്നെങ്കിൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ പണി നടക്കുമായിരിക്കും. അവരതിലെ ഇറങ്ങാനുള്ള പരിപാടിയാന്ന് തോന്നണേ. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ കൂടി ഇതിലെങ്കിലും ഇറങ്ങും താഴേക്ക്. അതേപോലെ ഇതന്നെ ഡാൻസ് ഒക്കെ കളിക്കണേ. നമുക്ക് പോവാ. മടുത്തോ? എന്റെ ദൈവമേ, ഇതിന്റെ ഉള്ളിൽ കണ്ടോ നീ? ഈ വീടിന്റെ ഉള്ളില്, അതായത് ഇവിടുന്ന് അപ്പുറത്തേക്ക് ഒരു കനാലുണ്ട്. അപ്പൊ ആ കനാലിന്റെ ഷട്ടർ തുറക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. ഇത് പക്ഷെ മോട്ടറൊന്നുമല്ല, കൈ വെച്ച് കറക്കും. നമ്മൾ ഈ റബ്ബർ ഷീറ്റ് അടിക്കില്ലേ എന്ന് പറഞ്ഞാല് ഇതിൽ ഓരോ ലെവൽ എഴുതിയേക്കുന്നുണ്ട്. ഇപ്പൊ അടച്ചിട്ടേക്കുക. 1.45 മീറ്റർ വരെ പൊക്കാം ഷട്ടർ. വെള്ളം കുറവില്ല, അപ്പോൾ അതുകൊണ്ട് അടച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡാമിൻ്റെ ഇവിടുന്ന് പോവാണ് കേട്ടോ. കാരണം ഇവിടുന്ന് ഞങ്ങൾ ആരെയും അങ്ങോട്ട് കടത്തി വിടില്ല, അതുകൊണ്ട് പോവാം. എന്നാലും കുറച്ച് നടന്നു. അതെ, ഇത് മീൻ കുഞ്ഞുങ്ങളെ ഇടുന്നതല്ലേ? സാധാരണ ഡാമുകളിൽ അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ളേ. അപ്പോൾ ഇതിലുണ്ടോയെന്ന് അറിയില്ല, കാരണം അതിൻ്റെ മേളിൽ കൂടി നടക്കാനുള്ള കറക്റ്റ് സ്പേസ് ഇല്ലല്ലോ. അല്ല, തീറ്റയൊക്കെ ഇട്ട് കൊടുക്കണമെങ്കിൽ സാധാരണ ഇതിൻ്റെ മേളിൽ കൂടി നടന്നാ പോക്ക്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ 2 3 കുടിൽ പോലെ? ഇത് അവിടെ ഉണ്ടോന്നു. അത് ബോട്ടിൽ പോയിട്ട് ഇങ്ങനെ കയറിയിരിക്കാനുള്ള മീൻ പിടിക്കാനുള്ള സെറ്റപ്പ് ആയിരിക്കും. ഇത് സംഭവം എന്ന് വെച്ചാൽ ടൂറിസത്തിന്റെ ഇതിൽ കറക്റ്റ് സെറ്റപ്പായി വരുന്നേ ഉള്ളൂ ഈ ഡാം. ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ പോലെ മാപ്പ് കണ്ടുവരുന്നവരും അല്ലാണ്ട് ഈ നാട്ടിലുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. കുഴപ്പമില്ല. ഇനി അപ്പായി ഇവിടെ ഇരിക്കാം കൊച്ചിന്റെ കൂടെ. അപ്പൊ നമുക്ക് നീ അവിടെ താത്തി ഞങ്ങള് പൊന്നോട്ടെ. അലകൂലല്ലേ? കൊച്ചിറങ്ങി അപ്പൊ ശരിയാവും.
ആ ഊഞ്ഞാലി പോയിരുന്നു മറ്റേ. ഇവിടെ എനിക്ക് ഈ പിള്ളേർക്ക് മാത്രം കളിക്കാനുള്ളത്. അതെങ്ങനെ, അതെന്താ ശരിയാവുന്നത് അല്ലേ? വലിയവർക്കും കളിക്കാനുള്ളത്. വെക്കുന്നതായിരുന്നു തോന്നുന്നു. കാലടിക്കും കൊച്ചു കയറിയേക്ക്. ഇരിക്കുന്നല്ല, അത് നിൽക്കുന്നതാ, ഊഞ്ഞാലല്ല. ഭയങ്കര ധൈര്യശാലിയാണേ, ഓടി വരും. പക്ഷെ അവിടെ പോയി നിൽക്കും. പക്ഷെ പിന്നെ ഒന്നിലും കേറൂല, ഭയങ്കര പേടിയാ. ഈ ബേക്കിൽ നിൽക്കുന്ന മരം എന്താണെന്ന് അറിയാമോ? ഏത് കറിവേപ്പില? എടി കുറച്ച് എടുക്കുവാണെങ്കിൽ നമുക്ക് കൊണ്ടുപോയിരുന്നല്ലോ. കുറച്ചെടുത്താലോ? നല്ല മണമുള്ള കറിവേപ്പില. കുറച്ചെടുത്താലോ നമുക്ക്? കുഞ്ഞാറ്റേ കറിയിലിടാം. ഇവിടെ പാർക്കിൽ ആള് കൂടിയല്ലോ. നമ്മളൊന്ന് വന്നപ്പോഴത്തേക്കല്ലേ ആൾക്കാർ കൂടി. അങ്ങനെ ഞങ്ങൾ വണ്ടീൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. ഞാൻ മടുത്ത് ക്ഷീണിച്ച് നടക്കുക. ഇത്ര എടുത്ത ഞാനാ മടുത്തത്, അവളല്ല മടുത്ത. നല്ല മഴയാട്ടോ പുറത്ത്. ഞങ്ങൾ അവിടുന്ന് നമ്മുടെ വണ്ടിയിലേക്ക് വന്നത് കയറിയതുണ്ടേ നന്നായി. അതെ അതെ, ഇല്ലെങ്കിൽ പെട്ടുപോയേനെ, നനഞ്ഞ് കുതിർന്നേനെ. ആ നന്നായിട്ട് പെയ്യട്ടെ, ആ ചൂടൊക്കെ അങ്ങോട്ടേ ഒന്ന് തണുക്കട്ടെ. ഇവിടുത്തെ മഴ എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പറ്റിപ്പോവും. അതാണ് വേറെ വിഷയം. ഈ ചൂട് കാരണേ ഇത് മൊത്തം വലിച്ചത് കുതിരണമെങ്കിൽ തന്നെ സമയം കുറെ എടുക്കും. അതെ അതെ. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയില് നാഗ്പൂർ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് കേട്ടോ നമ്മൾ ഇത് കണ്ടത്, ഈ ഡാം കണ്ടത്. മഴ പോയി അല്ലേ? മഴേന്റെ പരിപാടി തീർന്നു. ശരിക്കും ഇന്ന് നമുക്ക് സുഖമായിട്ട് നാഗ്പൂർ കഴിയായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഡാം കാണാൻ വേണ്ടിട്ട് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷെ ഡാം ഇട്ട് കാണാൻ പറ്റിയില്ല, മര്യാദയ്ക്കൊന്നും കാണാനും പറ്റിയില്ല. സമയം വെറുതെ പോവുകയും ചെയ്തു. വഴിയൊക്കെ പശുക്കൾക്കൊക്കെ കൊടുത്തോ? ഇവിടെയൊക്കെ അങ്ങനെയാടി, വഴിയില്ല അല്ലേ? ഇനിയിപ്പോ അവിടുന്ന് ഇങ്ങനെ ഒരു വണ്ടി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? എനിക്കറിയില്ല. മൊത്തം പശുക്കളാട്ടോ. കുറച്ച് ദൂരം ഉണ്ട് താനും. പശു മാത്രമല്ല, പോത്ത്. ഹോണൊന്നും അടിച്ചിട്ട് ഒരു കാര്യമില്ല, പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമുണ്ടോ? ഹോൺ അടിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പൊ ഇടിച്ചാനെ അവരങ്ങ് ഇടിച്ചിട്ടിട്ട് അങ്ങ് പോവും. ലോറിക്ക് ചില ലോറിക്കാരെന്ത് ചെയ്യുന്നു രാത്രിക്ക് അങ്ങ് തട്ടും. അല്ലാണ്ട് ഇതുങ്ങൾ മൊത്തം റോട്ടില് വണ്ടി ഓടിക്കാനുള്ള വഴിയില്ല. ഇത് ആൾക്കാരത് തന്നെയാ. അതിന്റെ ഇടയ്ക്ക് ആ ചങ്ങായി അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടിച്ചതിന്. അതാണ് അവരെ വീട്, ചിലപ്പോ അതിന്റെ വീട് എത്താനായിട്ടുണ്ടാവും. അടുത്ത സെറ്റ് നടുറോട്ടി നിൽക്കുന്നില്ല. അപ്പൊ നമ്മളങ്ങനെ നാഗ്പൂരെത്തി, മഹാരാഷ്ട്രയില്. അപ്പൊ നാളെ നമുക്ക് മധ്യപ്രദേശിലേക്ക് പോകണമെന്നാണ് നമ്മുടെ ഒരു റൂട്ട്. അങ്ങനെയാണ് ഞങ്ങൾ വെച്ചേക്കുന്നത്. നമ്മൾ ശ്രീനഗർ പോയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോൾ മധ്യപ്രദേശൊക്കെ നല്ല മഴയാണെന്നൊക്കെ കേൾക്കുന്നു. എന്തായാലും നമ്മൾ മൺസൂൺ എക്സ്പെഡീഷൻ എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ പിന്നെ മഴ പേടിച്ചിട്ട് നമുക്ക് തിരിച്ചു പോക്ക് നടക്കില്ല. അപ്പോൾ നമ്മൾ നാളെ എന്തായാലും രണ്ടും കൽപ്പിച്ച് പോകുക തന്നെ. ക്ലൈമറ്റിൻ്റെ കാര്യങ്ങളും, ക്ലൈമറ്റ് നമുക്ക് വിഷയമല്ല. ഈ അല്ല മണ്ണിടിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളും വരുന്നെങ്കിൽ മാത്രം ആ ഒരു പേടി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെ ഇത് കണ്ടോ, രണ്ടുപേരും നല്ല ഉറക്കാണ്, ഒന്നും അറിയുന്നില്ല. അപ്പം ഞങ്ങളിത് കാണുമ്പോൾ മാറ്റി കൊടുക്കുക, ആ ശീലമൊക്കെ മാറിപ്പോവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ ഇനി നമ്മുടെ പുതിയ വീഡിയോസിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതോടും വരെ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്.